എല്ലാവർക്കും നമസ്കാരം. എഡ്യു പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഡിക്കൽ രംഗത്ത് ഒരു കരിയർ ആഗ്രഹിക്കുന്ന പലർക്കും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് +2 പഠനത്തിന് ശേഷം ഏത് കോഴ്സിന് ചേരണം എന്നുള്ളത്. MBBS കോഴ്സിന് ചേരാൻ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാത്തവർ പിന്നെ ഏത് കോഴ്സിന് പോകണം എന്നതാണ് പലരെയും കുഴയ്ക്കുന്ന പ്രശ്നം. ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓപ്ഷൻസ് നിരവധിയാണ്. MBBS കഴിഞ്ഞാൽ ഡോക്ടർ ആകാൻ താല്പര്യമുള്ളവർ പ്രധാനമായി ആലോചിക്കുന്നത് BDSന് ചേരണോ, അതോ വെറ്ററിനറി കോഴ്സായ BVSc ആൻഡ് AHന് പോകണോ, അല്ലെങ്കിൽ BAMS കോഴ്സ് എടുത്ത് ആയുർവേദ ഡോക്ടർ ആകണോ, അതുമല്ലെങ്കിൽ BHMS എടുത്ത് ഹോമിയോ ഡോക്ടർ ആകണോ എന്നതാണ്. ഇതിൽ കുറച്ചുപേർ അവസാനം എത്തിച്ചേരുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകളിലാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ സിനാരിയോയിൽ ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് MBBS കഴിഞ്ഞാൽ ഏത് കോഴ്സാണ് ബെസ്റ്റ്, അത് എന്തുകൊണ്ടാണ്, ഈ വിഷയമാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കമ്പാരിസൺ പ്രധാനമായും BDS, BVSc ആൻഡ് AH, BAMS, BHMS എന്നീ 4 കോഴ്സുകളും വിശദമായി പഠിച്ച ശേഷം ഈ കോഴ്സുകൾ പഠിച്ച സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്സ് കൂടി മനസ്സിലാക്കിയ ശേഷമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. സംശയം വേണ്ട, ഈ 4 കോഴ്സുകളും വളരെ നല്ല കോഴ്സുകൾ തന്നെയാണ്. പക്ഷേ ഓരോ കോഴ്സിന്റെയും ഡിമാൻഡ്, അഡ്മിഷൻ പ്രോസസ്, ജോബ് ചാൻസസ്, സാലറി, ഫ്യൂച്ചർ ഗ്രോത്ത്, വർക്ക് ലൈഫ് ബാലൻസ് എന്നിവ എല്ലാം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കോഴ്സിന്റെയും കാര്യങ്ങൾ നമുക്ക് വിശദമായി നോക്കാം. ആദ്യമേ തന്നെ BDS, അതായത് ബാച്ചലർ ഓഫ് ഡെന്റൽ സർജറി എന്ന കോഴ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത് 5 വർഷത്തെ ഒരു മെഡിക്കൽ ഡിഗ്രി കോഴ്സാണ്. അഡ്മിഷൻ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ചില കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ മറ്റ് ഡോക്ടേഴ്സിനെ അപേക്ഷിച്ച് ഡെന്റിസ്റ്റുകളുടെ എണ്ണം ആവശ്യത്തിൽ കൂടുതലുണ്ട് എന്നതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ BDS കഴിഞ്ഞവർക്കുള്ള ഡിമാൻഡും താരതമ്യേന ഇന്ന് കുറവാണ്. മറ്റൊരു കാര്യം, ഡെന്റിസ്റ്റ് നമ്മുടെ പല്ലുകളെ മാത്രമാണ് ചികിത്സിക്കുന്നത്. നമുക്കറിയാം, ഒരിക്കൽ പോലും ഒരു ഡെന്റിസ്റ്റിനെ കാണേണ്ട ആവശ്യം വരാത്തവരും ഉണ്ടാകാം. അത് തന്നെയാണ് ഡെന്റിസ്റ്റ് നേരിടുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും. പൊതുവെ ഇന്ത്യയിൽ ഡെന്റിസ്റ്റിന് വളരെ കുറച്ച് ശമ്പളമാണ് ലഭിക്കുന്നത്. മറ്റൊരു പ്രശ്നം, സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടക്കത്തിൽ തന്നെ മുടക്കേണ്ടി വരുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റും, അതായത് ഒരു 25 ലക്ഷം രൂപയെങ്കിലും മുടക്കാതെ ഒരു ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ക്ലിനിക്ക് സക്സസ് ആയില്ല എങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ വേസ്റ്റ് ആകുകയും ചെയ്യും. കേരളത്തിൽ മെറിറ്റ് കോട്ടയിലും NRI കോട്ടയിലുമാണ് അഡ്മിഷൻ നടക്കുന്നത്. മാനേജ്മെന്റ് കോട്ട ഇല്ല എന്ന കാര്യം പ്രത്യേകം തന്നെ സൂചിപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ഡെന്റിസ്റ്റിന് നല്ല പാക്കേജാണ് ലഭിക്കുന്നത്. പക്ഷേ പൊതുവെ അവസരങ്ങൾ കുറവാണെന്നതാണ് പ്രശ്നം. കേരളത്തിൽ NRI കോട്ടയിൽ BDS അഡ്മിഷൻ ഗൈഡൻസ് ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തതായി BVSc ആൻഡ് AH കോഴ്സിന്റെ കാര്യം നോക്കാം. ഒരു വെറ്ററിനറി ഡോക്ടർ ആകാൻ താല്പര്യമുള്ളവർക്ക് ഉള്ള ഒരു കോഴ്സാണ് BVSc ആൻഡ് AH, അഥവാ ബാച്ചലർ ഓഫ് വെറ്ററിനറി സയൻസസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി എന്ന കോഴ്സ്. ഇന്ത്യയിൽ പെറ്റ് കൾച്ചർ വളരെ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ വളരെ സാധ്യതകളുള്ള ഒരു കോഴ്സാണിത്. ഇന്ന് ഒരു പെറ്റ് എങ്കിലും ഇല്ലാത്ത വീടുകൾ സാധാരണ കുറവാണ്. പെറ്റിനെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ട്രീറ്റ് ചെയ്യുന്നവരാണ് പലരും. അതുകൊണ്ട് തന്നെ അവരവരുടെ ഓമന മൃഗങ്ങൾക്ക് വേണ്ടി എത്ര പൈസ മുടക്കാനും പെറ്റ് ലവേഴ്സ് തയ്യാറാണ്. വളരെ ജോലി സാധ്യതയുള്ള ഈ പ്രൊഫഷന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ലോ ഇൻവെസ്റ്റ്മെന്റ് മതി എന്നുള്ളതാണ്. നീറ്റ് സ്കോർ അടിസ്ഥാനത്തിലാണ് BVSc കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. മെറിറ്റ് കോട്ടയിലും NRI കോട്ടയിലും മാത്രമാണ് കേരളത്തിൽ അഡ്മിഷൻ സാധ്യമാകുന്നത്. കേരളത്തിൽ ഗവൺമെന്റ് വെറ്ററിനറി കോളേജുകൾ മാത്രമാണ് ഉള്ളത്. മാനേജ്മെന്റ് കോട്ടയിൽ BVSc അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതലായും രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിലെ വെറ്ററിനറി കോളേജുകളിലാണ് അഡ്മിഷൻ എടുക്കാറുള്ളത്. അവിടെ 50% മാനേജ്മെന്റ് കോട്ട ഉള്ളതുകൊണ്ട് നീറ്റ് പാസ് മാർക്കുള്ളവർക്കും അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അഡ്മിഷൻ ഗൈഡൻസ് ആവശ്യമുള്ളവർ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതാണ്. ആയുർവേദ ചികിത്സയിൽ കരിയർ നോക്കുന്നവർക്ക്, പ്രത്യേകിച്ചും ഒരു ആയുർവേദ ഡോക്ടർ ആകാൻ താല്പര്യമുള്ളവർക്ക് ഉള്ള കോഴ്സാണ് BAMS, അഥവാ ബാച്ചലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. അഡ്മിഷൻ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ആയുഷ് മിനിസ്ട്രിയാണ് നടത്തുന്നത്. കേരളത്തിൽ സർക്കാർ മേഖലയിലാണ് കൂടുതലും ജോലി അവസരങ്ങളുള്ളത്. മറ്റൊരു ഓപ്ഷൻ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങുക എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ അധികം ജോലി അവസരങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത. ഈ 4 കോഴ്സുകളും കൂടാതെ വളരെയധികം ഡിമാൻഡും കോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ 80,000 രൂപ വരെ ശമ്പളത്തിൽ പ്ലേസ്മെന്റ് ലഭിക്കുന്നതുമായ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളായ BSc ന്യൂക്ലിയർ മെഡിസിൻ പോലുള്ള കോഴ്സുകളും ഉണ്ട്. ഈ കോഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഒരു ഹോമിയോ ഡോക്ടറാകാൻ വേണ്ട യോഗ്യത BHMS, അഥവാ ബാച്ചലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി എന്നതാണ്. അഡ്മിഷൻ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ആയുഷ് മിനിസ്ട്രിയാണ് നടത്തുന്നത്. ആയുർവേദ കോഴ്സിനെ പോലെ തന്നെ ഹോമിയോപ്പതിക്കും ഏറ്റവും കൂടുതൽ ജോലി അവസരങ്ങൾ സർക്കാർ മേഖലയിൽ തന്നെയാണ്.
അധികം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സാധിക്കും. പക്ഷേ പൊതുവെ ജോലി അവസരങ്ങൾ കുറവാണ് എന്നതാണ് ഈ മേഖലയിലെ യാഥാർത്ഥ്യം. ഈ 4 കോഴ്സും കഴിഞ്ഞവർക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്തേക്ക് കടക്കാം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. MBBS കഴിഞ്ഞവരുൾപ്പെടെ പല ഡോക്ടേഴ്സും ഇപ്പോൾ MBA ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ച ശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ 4 കോഴ്സുകളിൽ കൂടുതൽ ജോലി അവസരങ്ങളും ശമ്പളവും ഇപ്പോൾ BVSc കോഴ്സിനാണ് ഉള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ കൂടി വരുന്ന പെറ്റ് കൾച്ചറും വെറ്റിനറി ഡോക്ടേഴ്സിന്റെ ഷോർട്ടേജും കൂടാതെ വളരെ കുറഞ്ഞ ചെലവിൽ സ്വന്തമായി പെറ്റ് ക്ലിനിക്ക് തുടങ്ങാൻ സാധിക്കുമെന്നതും ഇപ്പോൾ ഈ കോഴ്സിന്റെ ഡിമാൻഡ് വളരെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ BSc നഴ്സിംഗ്, BPT, ടോപ്പ് 5 പാരാമെഡിക്കൽ കോഴ്സുകൾ തുടങ്ങി മെഡിക്കൽ PG, PhD തുടങ്ങിയ നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഈ വീഡിയോ അല്പമെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എഡ്യൂക്കേഷൻ, കരിയർ ഗൈഡൻസ് കൂടാതെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമുള്ള ജോലി അവസരങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ബെൽ ഐക്കൺ അമർത്താനും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കോഴ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മറുപടി തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.